ഹലോ ഫ്രണ്ട്സ്, എൻ്റെ കയ്യിൽ എന്താണെന്ന് നോക്കിയാൽ നല്ല രണ്ട് പഴുത്ത മാങ്ങയാണ്. പക്ഷെ ഇത് കാണുമ്പോൾ നല്ല മഞ്ഞ കളറാണെങ്കിലും ഇത് കഴിക്കുമ്പോൾ നല്ല പുളിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ട് എനിക്ക് ഒരു അച്ചാർ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ചെറിയ മധുരവും പുളി എല്ലാം കൂടെ ആകുമ്പോൾ നല്ലതായിരിക്കുമല്ലോ. എന്നെ അറിയുന്നവർക്കറിയാം എൻ്റെ ഒരു അച്ചാർ പ്രേമം എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയ പിന്നെ തോന്നുന്നു അച്ചാർ അങ്ങനെ കഴിക്കാത്തത്. അന്ന് എല്ലാവരും പറഞ്ഞ് പേടിപ്പിക്കുമായിരുന്നു, അൾസർ വരും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേടിയായിട്ട് ഞാൻ നിർത്തിയതായിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഭയങ്കര അച്ചാർ തീറ്റിയായിരുന്നു. എനിക്ക് അച്ചാർ എന്ന് പറയുമ്പോഴേ ഓർമ്മ വരുന്നത് എൻ്റെ ഹോസ്റ്റൽ ഡേയ്സ് ആണ്. കാരണം നമ്മൾ ഹോസ്റ്റലിലുള്ള റൂംമേറ്റ്സ് എല്ലാവരും വീട്ടിൽ പോയിട്ട് നമ്മൾ ആഴ്ച വീട്ടിൽ പോയിട്ട് വരുമ്പോൾ എല്ലാവരും കൊണ്ടുവരുന്ന സാധനം അച്ചാർ. അതും പല പല അച്ചാറായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ ആ റൂമിൽ ഏറ്റവും കൂടുതൽ അച്ചാർ ഇഷ്ടമുള്ള ആൾ ഞാനായിരിക്കും. ബാക്കി എല്ലാവർക്കും ജസ്റ്റ് വല്ലപ്പോഴും കിട്ടിയാൽ കഴിക്കുക, അത്രേ ഉള്ളൂ. പക്ഷേ ആ ഹോസ്റ്റലിൽ നമ്മൾ 4 വർഷം കഴിഞ്ഞ് പഠിച്ചിറങ്ങുമ്പോൾ എന്നെപ്പോലെ തന്നെ എല്ലാവരും ഭയങ്കര അച്ചാർ കൊതിച്ചികളായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ചാർ എന്ന് പറയുമ്പോൾ തന്നെ കുറേ ഓർമ്മകളാണ്. പക്ഷേ ഞാൻ കുറച്ച് വർഷമായിട്ട് അങ്ങനെ അച്ചാർ യൂസ് ചെയ്യുന്നില്ല, തീരെ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ വല്ലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ വേറെ ഫ്രണ്ട്സിൻ്റെയൊക്കെ വീട്ടിൽ പോകുമ്പോൾ കഴിക്കുന്നില്ലാതെ ഇവിടെ അച്ചാറൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തു വിടുമ്പോഴോ അല്ലെങ്കിൽ നാട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ളൂ. മാങ്ങ, നാരങ്ങ, ചാമ്പയ്ക്ക, നെല്ലിക്ക, ഏറ്റവും ഇഷ്ടം അടമാങ്ങ അച്ചാറാണ്, മറ്റേ ഉണക്കിയ മാങ്ങയുടെ അച്ചാർ. പിന്നെ എന്ത് സാധനം അച്ചാറിട്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നോൺ വെജും ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് അതിനെക്കാട്ടിലും കുറച്ചുകൂടി ഇഷ്ടം അല്ലാത്ത ഈ പുളിയുള്ള മാങ്ങ, നാരങ്ങ അങ്ങനത്തെ സാധനങ്ങളാണ്. ഞാൻ വിചാരിച്ചു ഇന്ന് ഇത് വെച്ച് എന്തായാലും ഒരു മാങ്ങ അച്ചാർ എന്തായാലും ഉണ്ടാക്കാം. ഫ്ലോപ്പ് ആവുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അങ്ങനെ അച്ചാർ ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ആവുമെന്ന്. മാങ്ങ മുറിച്ചപ്പോൾ ഉള്ള കളർ കണ്ടോ, നല്ല പഴുത്തിരിക്കുകയെന്ന് തോന്നുന്നു, പക്ഷേ മധുരം അധികം ഇല്ല. ഞാൻ ഒരു ബൗളിലേക്ക് മാങ്ങ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിന്ന് പിക്കിൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ നല്ലെണ്ണയിലാണ്. അതല്ലേ നല്ലെണ്ണ, സെസമി ഓയിൽ അല്ലേ. ഇത് നമുക്ക് ഓയിൽ ഒഴിക്കാം. അപ്പം ആദ്യം കടുകിടാം. എടുത്തു വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, ചില്ലീസ്, കറിവേപ്പില എല്ലാം നമുക്കിടാം. ഞാൻ ഇതിലേക്ക് പൊടികൾ ഇടാൻ പോവാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, അങ്ങനെ കുറച്ച് പൊടികളെല്ലാം ഇതിനകത്ത് ഇടാം. നല്ല പൊടികളൊക്കെ മൂക്കുന്ന നല്ല മണം വരുന്നുണ്ട്. ഇനിയും പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, മാങ്ങ ഇതിലേക്ക് ഇടുക. എന്താ ഒരു കളറ്. അപ്പം ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമുക്ക് കുറച്ച് വിനെഗർ ആഡ് ചെയ്യാം. മതി. ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കും അച്ചാർ ഇഷ്ടമേ അല്ല, അപ്പോൾ ഇതെല്ലാം എനിക്ക് തിന്നാം. അപ്പോൾ ഇതാണ് നമ്മുടെ അച്ചാറിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. എൻ്റെ വായിൽ കൂടെ വെള്ളം വരുന്നുണ്ട്. ഈ അച്ചാർ കഴിക്കുമ്പോൾ ഉള്ള ഫീലിങ്സും സാറ്റിസ്ഫാക്ഷനും ഒന്നും വേറൊരാൾക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അച്ചാർ ലവേഴ്സിന് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ പഴുത്ത മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ.